എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ടെസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആദിഭാഷ. ആദിഭാഷ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ. മറ്റുള്ള ദൈവദശകം, ശിവശതകം, ദർശനമാല ഇതൊക്കെ ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. മലയാളം, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലായിട്ട് ഏകദേശം 45ഓളം കൃതികൾ ശ്രീനാരായണ ഗുരു രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആത്മോപദേശ ശതകം, അദ്വൈക ദീപിക, ദൈവദശകം, ദർശനമാല, ശിവശതകം, ദൈവവിചിന്തനം, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, നവമഞ്ചരി തുടങ്ങിയവ. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് തെറ്റായ പ്രസ്താവന. കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൽ തെറ്റ്? അതായത് കൊച്ചിയിലെ ആദ്യ സ്കൂള് 1818 തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ ഇത് സ്വാതി തിരുനാളിൻ്റെ കാലത്തല്ല. പിന്നെ ആരുടെ കാലത്താണ്? വീര കേരളവർമ്മയുടെ കാലത്താണ്. വീര കേരളവർമ്മയുടെ കാലത്താണ്. 1818 മട്ടാഞ്ചേരിയിലാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത്. ഇതാരാണ് സ്ഥാപിച്ചത്? ബ്രിട്ടീഷ് മിഷണറിയായ ജെ ഡോസൺ ആണ്. ബ്രിട്ടീഷ് മിഷണറിയായ ജെ ഡോസൺ ആണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് സി പ്രസ്താവന മാത്രമേ ഉള്ളൂ തെറ്റായത്. ബാക്കിയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. അന്നേരം ശരിയായ പ്രസ്താവനകൾ കൂടി നമുക്ക് നോക്കാം. പ്രസ്താവന എ എന്താണ്? മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. അതേപോലെ പ്രസ്താവന ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. ഡി എന്താണ്? പ്രസ്താവന ഡി എന്താണ്? സ്പാനിഷ് മിഷണറി ആയിരുന്ന ടിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഈ 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി ക്വാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. അപ്പോൾ ക്വാർട്സ് വ്യവസ്ഥ എന്താണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന എല്ലാ കപ്പലുകൾക്കും ലൈസൻസ് നൽകുന്ന ഒരു സംവിധാനമാണ് കാർട്സ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും ലൈസൻസ് നൽകുന്ന ഒരു സംവിധാനമാണ് എന്ത്? കാർട്സ്. ഇത് നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യമാണ് പോർച്ചുഗൽ. 1502 ഇത് സ്ഥാപിതമായത്. 1502 ക്വാർട്സ് വ്യവസ്ഥ സ്ഥാപിതമായി. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 1900 1901. എന്താണ് ബോക്സർ കലാപം? വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാടെടുത്ത് മഞ്ജു രാജവംശത്തിനെതിരെ 1900-1901 നടന്ന കലാപമാണ് ചൈനയിലെ ബോക്സർ കലാപം. ക്വസ്റ്റ്യൻ നമ്പർ 5. തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻകാ സംസ്കാരം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻകാ സംസ്കാരം. ഇൻകാ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ചിലി, പെറു, ഇക്വഡോർ. അതേപോലെ മായൻ സംസ്കാര കേന്ദ്രമാണ് മധ്യ അമേരിക്ക.
ആൾടെക് സംസ്കാരത്തിൻ്റെയും ടോൾടെക് സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായിരുന്നു മെക്സിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 6. കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് MGS നാരായണൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. അപ്പോൾ ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ചമ്പൽ നദിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ മൻസൗർ ജില്ലയിലാണ്. പിന്നെ നമ്മളിവിടെ ഓർത്തിരിക്കണം, ചമ്പൽ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 1ഉം 2ഉം സ്ഥാനമൊക്കെയാണ് കാണുന്നത്. ഇപ്പോഴെന്താണ് ചോദിച്ചിരിക്കുന്നത്? 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കെല്ലാം അറിയാം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? അത് നൈട്രജൻ ആണല്ലേ. 88.1% നൈട്രജൻ ഉള്ളത്. 2-ാം സ്ഥാനം ആർക്കാണ്? അത് ഓക്സിജൻ ആണ്. 20.9%. അടുത്തത് 3-ാം സ്ഥാനം ആർഗൺ ആണ്. 0.9%. 4-ാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡിനാണ്. എത്രയാണ്? 0.03% ആണ്. അതായത് ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് ആർഗണും കാർബൺ ഡൈ ഓക്സൈഡും. 3-ാം സ്ഥാനം ആർഗണിനും 4-ാം സ്ഥാനം കാർബൺ ഡൈ ഓക്സൈഡിനുമാണ്. ആർഗണിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 0.9% ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? അത് 0.03% ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇതിന്റെ സ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹിമപ്പുലി. ക്വസ്റ്റ്യൻ നമ്പർ 11. കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡ് എന്താണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണ് കാസർഗോഡ്. അതേപോലെ എറണാകുളം, കൊച്ചി എന്ത് വരും? കൊച്ചി കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രമാണ് കൊച്ചി. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണ് കോഴിക്കോട്. അതേപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. നമ്മൾ ഇതിന്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കൊച്ചി. നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? ഇത് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25-നാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൊച്ചിക്ക് ചുറ്റുമുള്ള 10 ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 13. താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യബിന്ദുവിലെ ഇലാസ്തികത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 1. ഇത് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ ആകൃതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കോൺകേവ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് RBI. നിലവിൽ നമ്മുടെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വില മെക്കാനിസം.
ക്വസ്റ്റ്യൻ നമ്പർ 17. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പോസിറ്റീവ്. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മൊണോപ്സണി. ക്വസ്റ്റ്യൻ നമ്പർ 19. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 42ാം ഭരണഘടനാ ഭേദഗതി. എന്നാണ് നടപ്പിലാക്കിയത്? 1976 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നത്. ഈ 1976 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണത്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടക്കുന്ന സമയമാണിത്, 1976. ക്വസ്റ്റ്യൻ നമ്പർ 20. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ആണ് 1949 നവംബർ 26. ഇത് ഒരുപാട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1949 നവംബർ 26ന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭ നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ആണ് 1949 നവംബർ 26. എങ്കിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? അത് 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് രാജേന്ദ്ര പ്രസാദ്. അതേപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് BR അംബേദ്കർ. ഉപദേഷ്ടാവായിരുന്നു BN റാവു. അതേപോലെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? അത് സച്ചിദാനന്ദ സിൻഹയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1978. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. ഇപ്പോൾ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. നമുക്ക് നേരത്തെ ആണെങ്കിൽ 7 മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് വഴി ഇപ്പം നമ്മളുടെ മൗലിക അവകാശങ്ങൾ എത്രയാണ്? 6 ആണ്. അതേപോലെ മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, GV മവലങ്കർ. അപ്പോൾ നിലവിൽ നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ്? അത് ഓം ബിർളയാണ്. നിലവിൽ നമ്മുടെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീക്കർ ആരാണ്? അത് GV മവലങ്കർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 23. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 2019 ഡിസംബർ 11. ക്വസ്റ്റ്യൻ നമ്പർ 24. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വരുമാന നികുതി. ഈ ലിസ്റ്റുകളുടെ ഒരു വീഡിയോ ഞാൻ കഥ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നീതി ആയോഗ്. ഈ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 74. 1992 നടപ്പിലാക്കിയ ഭേദഗതിയാണിത്. ഇതിൽ 73ാം ഭേദഗതി ഗ്രാമീണ സ്വയംഭരണത്തെക്കുറിച്ചും 74ാം ഭേദഗതി നഗരഭരണത്തെക്കുറിച്ചുമാണ്. അതായത് 1992 ഇത് നടപ്പിലാക്കിയത്. ഇതിൽ 73ാം ഭേദഗതി പറയുന്നത് എന്താണ്? ഗ്രാമീണ സ്വയംഭരണത്തെക്കുറിച്ചും 74ാം ഭേദഗതി പറയുന്നത് നഗരഭരണത്തെക്കുറിച്ചുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് M പരീത് പിള്ള. നിലവിൽ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? S മണികുമാർ ആണ്. നിലവിൽ നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാണ് S മണികുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 28. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1969. ക്വസ്റ്റ്യൻ നമ്പർ 29. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 100. ക്വസ്റ്റ്യൻ നമ്പർ 30. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2008. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 2018. ക്വസ്റ്റ്യൻ നമ്പർ 32. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. ക്വസ്റ്റ്യൻ നമ്പർ 33. എന്താണ് ഡോപ്സൺ യൂണിറ്റ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതിന്. 100 ഡോപ്സൺ എന്ന് പറയുന്നതാണ് 1 മില്ലിമീറ്റർ. 100 ഡോപ്സൺ എന്ന് പറയുന്നതാണ് 1 മില്ലിമീറ്റർ. ഓസോൺ പാളിയുടെ ആവറേജ് കനം 3 മില്ലിമീറ്റർ അല്ലെങ്കിൽ 300 ഡോപ്സൺ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. 2021 ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മണ്ണിന്റെ ലവണീകരണം തടയൂ, മണ്ണിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൂ. അതേപോലെ 2022 പ്രമേയമാണ് മണ്ണ് ഭക്ഷണം അവിടെ തുടങ്ങുന്നു. 2023 പ്രമേയമാണ് മണ്ണും ജലവും ജീവന്റെ ഉറവിടം. അപ്പോൾ 2022 പ്രമേയമാണ് മണ്ണ് ഭക്ഷണം അവിടെ തുടങ്ങുന്നു. 2023 പ്രമേയമാണ് മണ്ണും ജലവും ജീവന്റെ ഉറവിടം. ക്വസ്റ്റ്യൻ നമ്പർ 35. ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജീവകം ഇ. അതായത് നമ്മളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള ജീവകമാണ് ജീവകം ഇ. അതുകൊണ്ടാണ് ഇതിനെ ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആണ് ജീവകം ഡി. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ജീവകം കെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫില്ലോക്വിനോൺ. ജീവകം എ റെറ്റിനോൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. അപ്പോൾ നമുക്ക് പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. അത് ശരിയാണ്. അതേപോലെ പ്രസ്താവന ബി എന്താണ്? കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. ഈ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ് അല്ലേ? അപ്പോൾ മലേറിയയുടെ രോഗകാരി എന്ന് പറയുന്നത് ഏതാണ്? പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്. എന്നാൽ ഈ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത് ആരാണ്? അത് കൊതുകാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ഫ്രിനോളജി. മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ഫ്രിനോളജി. നമ്മുടെ ശരീരത്തിലെ തുലനനില പാലിക്കുന്നതിനും മദ്യം പ്രവർത്തിക്കുന്നതുമായ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന നമ്മുടെ മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതേപോലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. റിലേ സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. ഇതെല്ലാം പ്രീവിയസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 38. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏതു നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർക്കമഡീസ് തത്വം. ക്വസ്റ്റ്യൻ നമ്പർ 39. UV തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. എക്സ്റേ, എക്സ് തരംഗം അല്ലെങ്കിൽ എക്സ്റേ. ക്വസ്റ്റ്യൻ നമ്പർ 40. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പാർസെക്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1600 വാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഉപ്പുവെള്ളം. ക്വസ്റ്റ്യൻ നമ്പർ 43. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 44. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മിശ്രിതം, സംയുക്തം, മിശ്രിതം. ക്വസ്റ്റ്യൻ നമ്പർ 45. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM ഡാഷിൽ കൂടുതലായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 70%. അതായത് TFM എന്ന് പറയുന്നത് ടോട്ടൽ ഫാറ്റി മാറ്റർ. 1ാം ഗ്രേഡ് സോപ്പിലാണെങ്കിൽ TFM എത്ര ആയിരിക്കും? 76% കൂടുതലായിരിക്കും. അതേപോലെ 2ാം ഗ്രേഡ് സോപ്പിൽ 70% കൂടുതലായിരിക്കും. 3ാം ഗ്രേഡ് സോപ്പിൽ 60% കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 46. ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന TD രാമകൃഷ്ണന്റെ നോവൽ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആൽഫ. ക്വസ്റ്റ്യൻ നമ്പർ 47. ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, റെസ്ലിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 48. പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ചിറയ്ക്കൽ തമ്പുരാൻ. ക്വസ്റ്റ്യൻ നമ്പർ 49. സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കടലോര പ്രദേശത്തെ. നമുക്കറിയാം സംഘകാല തിണകളെ പ്രധാനമായിട്ടും 5ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് അല്ലേ? നെയ്തൽ എന്ന് പറയുന്നത് കടലോര പ്രദേശമാണ്, കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശവും, മുല്ലൈ എന്ന് പറയുന്നത് വനപ്രദേശവും, മരുതം എന്ന് പറയുന്നത് കൃഷിസ്ഥലവും, പാലൈ എന്ന് പറയുന്നത് മരുഭൂമിയുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 50. ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിന്റെ പരിഭാഷയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രേത് സമാധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രേത് സമാധി. അപ്പോൾ 2022 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഗീതാഞ്ജലി ശ്രീക്കാണ്. 2023 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അത് ജോർജി ഗോസ്പോഡിനോ. താങ്ക് യു.